ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഷീർ ദിന ക്വിസ് പാർട്ട് 3. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. ആദ്യത്തെ ചോദ്യം ഇതാണ്, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. ഉത്തരം 1908 ജനുവരി 21. ഉത്തരം 1928 ജനുവരി 21. രണ്ടാമത്തെ ചോദ്യം, ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം ജില്ലയിൽ. ഉത്തരം കോട്ടയം ജില്ലയിൽ. മൂന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര്. ഉത്തരം കൊച്ചു മുഹമ്മദ്. ഉത്തരം കൊച്ചു മുഹമ്മദ്. അടുത്ത ചോദ്യം, ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ. ഉത്തരം പ്രേമലേഖനം. ഉത്തരം പ്രേമലേഖനം. അടുത്ത ചോദ്യം, മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ. ഉത്തരം ബാല്യകാലസഖി. അടുത്ത ചോദ്യം, ആകാശമിട്ടായി കഥാപാത്രമായി വരുന്ന ബഷീറിന്റെ നോവൽ. ആകാശമിട്ടായി കഥാപാത്രമായി വരുന്ന ബഷീറിന്റെ നോവൽ. ഉത്തരം പ്രേമലേഖനം. ഉത്തരം പ്രേമലേഖനം. ആകാശമിട്ടായി കഥാപാത്രമായി വരുന്ന ബഷീറിന്റെ നോവൽ പ്രേമലേഖനം. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീറിന്റെ കൃതി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീറിന്റെ കൃതി. ഉത്തരം ശബ്ദങ്ങൾ. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം. വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം. ഉത്തരം 1993. ഉത്തരം 1993. അടുത്ത ചോദ്യം, 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട മലയാള സാഹിത്യകാരി ആര്? ഉത്തരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാലാമണി അമ്മ. അടുത്ത ചോദ്യം, ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം. ഉത്തരം 1993. ഉത്തരം 1993. അടുത്ത ചോദ്യം, ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര്. ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. അടുത്ത ചോദ്യം, ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക. ഉത്തരം ഉജ്ജീവനം. ഉത്തരം ഉജ്ജീവനം. അടുത്ത ചോദ്യം, ബഷീറിന്റെ ആത്മകഥയുടെ പേര്. ബഷീറിന്റെ ആത്മകഥയുടെ പേര്. ഉത്തരം ഓർമ്മയുടെ അറകൾ. ഉത്തരം ഓർമ്മയുടെ അറകൾ. അടുത്ത ചോദ്യം, ബഷീറിന്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കഥ. ബഷീറിന്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കഥ. ഉത്തരം തങ്കം. ഉത്തരം തങ്കം. അടുത്ത ചോദ്യം, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഉത്തരം മതിലുകൾ. അടുത്ത ചോദ്യം, ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം. ഉത്തരം 1981. അടുത്ത ചോദ്യം, ബഷീറിന് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം. ഉത്തരം 1982. ഉത്തരം 1982. ബഷീർ അന്തരിച്ച വർഷം. ഉത്തരം 1994 ജൂലൈ 5. അതുകൊണ്ടാണ് നമ്മൾ ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, അതായത് 21ാമത്തെ ചോദ്യം, ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം. ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്?
ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാമായിരിക്കാം. ഉത്തരം ONV കുറുപ്പ്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ഉത്തരം പാത്തുമ്മയുടെ ആട്. അടുത്ത ചോദ്യം, മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത്? മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ്? ഉത്തരം KPSC ലളിത. 25ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1959. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1948. 27ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആര്? ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആര്? ഉത്തരം MB പോൾ. 28ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ഇന്റുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ബഷീറിൻ്റെ ഇന്റുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. അടുത്ത ചോദ്യം, ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം? ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ഉത്തരം ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ എന്ന നോവലാണ് ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ എന്ന് ഇതുള്ളത്. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ. അടുത്ത നമ്മുടെ ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യം, 30ാമത്തെ ചോദ്യം ഇതാണ്, ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ? ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ? ഉത്തരം പ്രേമലേഖനം. ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിച്ചു. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.